നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്താണെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അതല്ലേ നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നുള്ളത് പഠിക്കാം. ഈ നിയമത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യാവകാശത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും തമ്മിലുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് ഡിഗ്രി ലെവലിലുള്ള അത്രയും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ അല്ലെങ്കിൽ SI പോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിക്കും കൂടി നമ്മൾ പഠിക്കണം, ഒറ്റ എക്സാം ആയതുകൊണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ, ഡിഗ്രി ആ ലെവലിലുള്ള എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡെഫിനിഷൻസ് ഏതൊക്കെ സെക്ഷനിൽ വരുന്നു തുടങ്ങിയ കാര്യങ്ങളും കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഏതാണ് വർഷം? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അല്ലേ? ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇനി 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏതൊക്കെ വർഷങ്ങളിലാണ്? 2006-ലും 2019-ലും. അപ്പോൾ നമ്മളോട് ചോദിക്കും 1993 മനുഷ്യാവകാശ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തു? അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ തരും 2 തവണ ഭേദഗതി ചെയ്തു. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ശരിയാണ്. 2006-ലും 2019-ലുമാണ്. 2019 മിക്കവർക്കും ഓർമ്മയുണ്ടാവില്ലേ, നമ്മുടെ കാലാവധി മാറ്റിയതും വയസ്സ് മാറ്റിയതും അല്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2006-ലും 2019-ലുമാണ്. എന്താ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, പിന്നെ മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഭേദഗതി ചെയ്തത് 2006-ലും 2019-ലുമാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാവരും പഠിച്ചു പോയിക്കോണം കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവരുത്, ആ രീതിക്ക് എല്ലാവരും പഠിച്ചു പോകണം. ഓക്കെ, ഇനി നമ്മൾ അധ്യായങ്ങളിലേക്കാണ് പോകുന്നത്. അധ്യായങ്ങൾ എന്ന് പറയുമ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് പഠിക്കാം. എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളാണ് ഉള്ളത്. 8. ഓക്കെ, 8 അധ്യായങ്ങളാണുള്ളത്. ഇനി എത്ര സെക്ഷൻ ഉണ്ട്? അല്ലെങ്കിൽ വകുപ്പ്, സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 43 ആണ്. 43 ഇതും പഠിച്ചു പോവുക. അധ്യായം 8ഉം എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. 43 സെക്ഷൻസ് അല്ലെങ്കിൽ വകുപ്പെട്ടോ, 43 വകുപ്പും ഉണ്ട്. ഇനി അധ്യായങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിച്ചാൽ മതി. പക്ഷേ ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞു പോകുന്നുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആദ്യത്തെ അധ്യായം 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അധ്യായം 1-ൽ എന്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്? പ്രിലിമിനറി അല്ലെങ്കിൽ പ്രാരംഭികം അല്ലേ, അതാണ് അധ്യായം 1 എന്ന് പറയുന്നത്. അവിടെ വരുന്ന സെക്ഷൻ 1ഉം 2ഉമാണ്. ഓക്കെ, അധ്യായം 1 എന്ന് പറയുന്നത് പ്രാരംഭികം, പ്രിലിമിനറി. അതിൽ വരുന്ന സെക്ഷൻ 1ഉം 2ഉമാണ്. ഇനി അധ്യായം 2-ൽ വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 2-ലാണ്. ഇത് പഠിക്കണം. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 2-ലാണ്. സെക്ഷനും പഠിച്ചു വയ്ക്കുക. 3 മുതൽ 11 വരെ. സെക്ഷൻ 3 മുതൽ 11 വരെയാണ്. ഇനി 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കമ്മീഷൻ്റെ ചുമതലകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കമ്മീഷൻ്റെ ചുമതല, പിന്നെ അധികാരങ്ങൾ,
ചുമതലയും അധികാരവും ഏതിലാണ് വരുന്നത്? അധ്യായം 3 സെക്ഷൻ 12 മുതൽ 16 വരെ. സെക്ഷൻ 12 മുതൽ 16 വരെ. ഇനി അധ്യായം 4 നടപടിക്രമത്തെ പറ്റി പറയുന്നു. അധ്യായം 4 നടപടിക്രമത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അധ്യായം 4 എന്തിനെ പറ്റി പറയുന്നു? ആ നടപടിക്രമത്തെ പറ്റി പറയുന്നു. അവിടെ വരുന്നത് സെക്ഷൻ 17 മുതൽ 20 വരെ. സെക്ഷൻ 17 മുതൽ 20 വരെയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് അധ്യായം 5. അധ്യായം 5 സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് ഏതാണ്? 5 സെക്ഷനും ഓർത്ത് വയ്ക്കുക, 21 മുതൽ 29 വരെ. അപ്പം ഇതും ഏതൊക്കെയാണ്? സെക്കൻഡ് അധ്യായം നമ്മൾ കണ്ടു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി 3 മുതൽ 11 വരെയാണ്. ഇനി സെക്ഷൻ 5 എന്ന് പറയുന്നത്, സെക്ഷൻ അല്ല കേട്ടോ, അധ്യായം 5 എന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി സെക്ഷൻ 21 മുതൽ 29 വരെ. ഇത് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ സെക്ഷൻ മാത്രം ഓർത്തു വയ്ക്കുക, 3 മുതൽ 11 വരെയും 21 മുതൽ 29 വരെയും. ഇനി അധ്യായം 6 കടക്കുമ്പോൾ അവിടെ മനുഷ്യാവകാശ കോടതികളെ പറ്റിയിട്ടാണ് പറയുന്നത്. മനുഷ്യാവകാശ കോടതിയെ പറ്റി പറയുന്നത് സെക്ഷൻ 6 ഇത് ഒന്ന് നോക്കി വയ്ക്കുക. 5 കഴിഞ്ഞിട്ട് 6 മനുഷ്യാവകാശ കോടതിയെ പറ്റി പറയുന്നുണ്ട്. അവിടെയുള്ള അധ്യായം 6 സെക്ഷൻ വരുന്നത് 30ഉം 31. സെക്ഷൻ ഏതാണ്? 30ഉം 31 വരുന്നത്. ഇനി അടുത്ത അധ്യായം 7 പോകുമ്പോൾ, 8 അധ്യായമാണ് ടോട്ടൽ. 7 എന്തിനെ പറ്റി പറയുന്നു? ഫിനാൻസിനെ പറ്റി. ഫിനാൻസ്, പിന്നെയോ അക്കൗണ്ട്, ഓഡിറ്റ്, അതിനെയൊക്കെ പറ്റി പറയുന്നത്. അക്കൗണ്ട്, ഓഡിറ്റ്, അതിനെയൊക്കെ പറ്റി പറയുന്നത് അധ്യായം 7 അവിടെ 32 മുതൽ 35 വരെയുള്ള സെക്ഷൻ ഏതൊക്കെയാണ്? 32 മുതൽ 35 വരെ. ലാസ്റ്റ് അധ്യായം 8 മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. മിസ്ലേനിയസ്, NEOUS, മിസ്ലേനിയസ് 36 മുതൽ 43 വരെ. ടോട്ടൽ എത്രയുണ്ട്? സെക്ഷൻ 43 വരെയാണുള്ളത്. അപ്പോൾ ഏതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ LDCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ 8 അധ്യായങ്ങളുണ്ട്, 43 സെക്ഷൻ ഉണ്ട് എന്ന് ഓർക്കുക. പിന്നെ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് NHRCനെ പറ്റിയാണ്, 3 മുതൽ 11 വരെയാണ്. പിന്നെ 5ാമത്തെ അധ്യായത്തിൽ SHRCയെ പറ്റി പറയുന്നു, 21 മുതൽ 29 വരെ. അത് ജസ്റ്റ് ഒന്ന് നോക്കി, നമ്മൾ NHRC എന്ന് പറയുന്ന 3 മുതൽ 11 വരെ. ഇവിടെ ഈ SHRC കൂട്ടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 2 1 3, 9 2 11, 3 11. ഇത് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എലിമിനേഷൻ ടെക്നിക്കിൽ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ആട്ടുള്ളൂ, അല്ലെങ്കിൽ മറന്നു പോകരുത്. അപ്പോൾ 21 മുതൽ 29 വരെ. വേറെയും ചിലപ്പോൾ വരാട്ടോ, ചിലപ്പോൾ 12 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ആ 1 2 കൂട്ടി 3 അങ്ങനെയൊന്നും പറയരുത്. ഞാനൊരു ഓർത്ത് വയ്ക്കാനുള്ളൊരിത് പറഞ്ഞുള്ളൂ. അപ്പോൾ 21 മുതൽ 29 വരെ. പിന്നെ കോടതിയെ പറ്റി നോക്കുക. കോടതി, മനുഷ്യാവകാശ കോടതികൾ വരുന്നത് അധ്യായം 6 30 മുതൽ 30ഉം 31 സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മനുഷ്യാവകാശ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് എന്നാണ്. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നതെന്നാണ് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭയിൽ പാസ്സാക്കിയതെന്നാണ്. സെപ്റ്റംബർ 28 ഓർഡിനൻസ് വന്നു, ലോകസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 18. ഡിസംബർ 18. അപ്പോൾ സെപ്റ്റംബർ 28 ഓർഡിനൻസ്, ഡിസംബർ 18 എവിടെയാണ്? ലോകസഭയിൽ. ഇനി രാജ്യസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 22. 93 ഡിസംബർ 22 എവിടെ പാസ്സാക്കി? രാജ്യസഭയിൽ പാസ്സാക്കി. ഇത്രയൊക്കെ ആയാലോ. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്? അടുത്ത വർഷം 1994 ജനുവരി 8.
1994 ജനുവരി 8-നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ജനുവരി 8. ഇനി ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 2 ദിവസം കഴിഞ്ഞ് 1994 ജനുവരി 10-ന് ഇതെന്ത് ചെയ്തു? ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു. ഇത്രയും പോയിൻറ്റ്സ് നിയമമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഒന്നും കൂടി നോക്കി. ആദ്യം മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 93 സെപ്റ്റംബർ 28-നാണ്. 1993 മനുഷ്യാവകാശ നിയമപ്രകാരം ആ ദിവസം തന്നെയാണ് ആ നിയമം പ്രാബല്യത്തിൽ വന്നതും, ഓർഡിനൻസ്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭയിൽ പാസ്സാക്കിയത് ഡിസംബർ 18, രാജ്യസഭയിലാണെങ്കിൽ ഡിസംബർ 22. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ജനുവരി 8-നും ഗസറ്റിൽ വന്നത് 94 ജനുവരി 10-നും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഡേറ്റുകളും പിന്നെ നമ്മൾ അധ്യായങ്ങൾ 8 അധ്യായങ്ങൾ 43 സെക്ഷൻസ് അല്ലെങ്കിൽ വകുപ്പുകളുണ്ട്. 2006-ലും 2019-ലുമാണ് ഭേദഗതി ചെയ്തത് എന്നുള്ള കാര്യങ്ങളും പഠിച്ചിരിക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? നമ്മൾ ബില്ലും അല്ലെങ്കിൽ ഓർഡിനൻസും ഇതും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ഇന്നാണ് 93 ഒക്ടോബർ 12-നാണ്. ഇപ്പോൾ 93 സെപ്റ്റംബർ 28-ന് എന്താണ്? ഓർഡിനൻസ് ആണ് നിലവിൽ വന്നത്. ഓക്കെ, സെപ്റ്റംബർ 28-ന് ഓർഡിനൻസ് നിലവിൽ വന്നു. 93-ൽ തന്നെ ഒക്ടോബർ 12-ന് എന്ത് വന്നു? ദേശീയ മനുഷ്യാവകാശം നിലവിൽ വന്നു. പിന്നെ ഈ LDC പോലുള്ള അല്ലെങ്കിൽ LGS അങ്ങനെയുള്ള എക്സാമുകൾക്ക് PSC ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ഇത് 1993 സെപ്റ്റംബർ 28-ന് നിലവിൽ വന്ന ആ ഓർഡിനൻസ് ഉണ്ടല്ലോ, അത് പ്രകാരം നിലവിൽ വന്നതാണ് 93 ഒക്ടോബർ 12-ന്. ഇനി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു അധ്യായം അല്ലേ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? സെക്കൻഡ്, 2-ാമത്തെ അധ്യായമാണ് എന്നുള്ളത് പഠിച്ചു. ഈ അധ്യായത്തിലെ വകുപ്പുകൾ എത്ര മുതൽ എത്ര വരെയാണ്? 3 മുതൽ 11 വരെ. വകുപ്പ് 3 മുതൽ 11 വരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ ആയല്ലോ അത്രയും കാര്യങ്ങൾ? ഇനി നമ്മൾ ഡിഗ്രി ലെവലിന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെ രൂപീകരിച്ചു, അങ്ങനെയുള്ള സെക്ഷൻ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നമുക്കിപ്പോൾ അതൊന്നും പഠിക്കേണ്ട, ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. വകുപ്പ് എന്ന് പറയുന്ന സെക്ഷനാണ് കേട്ടോ, അത് മറന്നു പോരുത്. ഇനി അംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർമാൻ 1 അല്ലേ, ഒരു ചെയർമാനും 5 സ്ഥിര അംഗങ്ങളുമാണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയായി? 6 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ്? 6 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 6. 1 + 5 എന്ന് ഓർത്തു വയ്ക്കുക. ഒരു ചെയർമാനും 5 സ്ഥിര അംഗങ്ങൾ. ഇനി എന്താണ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആളുടെ യോഗ്യത എന്താ നോക്കി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് അല്ലേ, നാഷണൽ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സുപ്രീം കോടതിയായിട്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ട് സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതാണ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ഇനി ബാക്കി എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളും കൂടിയുണ്ട് അല്ലേ. ആ മറ്റംഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിൽ 1-ാമത്തെ അംഗം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയിരിക്കണം. മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിയോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതിയോ ജഡ്ജിയായ ഒരംഗം, ഒരാൾ. ഓക്കെ. ഇനി 2-ാമത്തെ ആളോ?
ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ് എന്നും കാണാം കേട്ടോ. അപ്പോൾ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ, അപ്പം നിലവിലുള്ളതോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ളതോ ആയ ആളുകൾ. ഒന്നുകൂടി പറയാം, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. അംഗങ്ങൾ എന്ന് പറയുന്ന 5 അംഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആളുടെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി, നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിലോ റിട്ടയർ ആയവരോ ആവാം. ഇനി രണ്ടാമത്തെ അംഗത്തിൻ്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ്, ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആവാം. ഇനിയുള്ളത് മൂന്നാമത്തെ എന്ന് പറയുന്നതിൽ നമ്മൾ 3 അംഗങ്ങൾ വരുന്നുണ്ട്. എത്ര അംഗങ്ങൾ വരുന്നുണ്ട്? 3 അംഗങ്ങൾ വരുന്നുണ്ട്. 2 പേരുടെ കിട്ടിയല്ലോ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇനി ഈ 3 അംഗങ്ങളിൽ എന്ത് ഉണ്ടായാൽ മതി? അവർക്ക് പ്രായോഗികമായിട്ടുള്ള അറിവോ പരിചയമോ എന്തിനെ സംബന്ധിച്ച്? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. അതിൽ ഒരാൾ ആരായിരിക്കണം? ഒരാൾ വനിതയായിരിക്കണം, ഒരു വനിതയുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ടോട്ടൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. ഓക്കെ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അംഗങ്ങളെ പറ്റിയിട്ട്. ചെയർപേഴ്സണും അംഗങ്ങളും ഓർത്ത് വയ്ക്കുക. അംഗങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാമല്ലോ. ഒരെണ്ണം ഹൈക്കോടതി, ഒരെണ്ണം സുപ്രീം കോടതി ജഡ്ജി, പിന്നെ 3 പേരുണ്ട്, അതിൽ ഒരെണ്ണം വനിതയായിരിക്കണം. അപ്പോൾ 1 + 5 6 ആണ് ടോട്ടൽ അംഗങ്ങൾ. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. എത്ര പേരുണ്ട്? 7 പേരുണ്ട് കേട്ടോ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരുണ്ട്? 7 പേരാണുള്ളത്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നോക്കി, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നോക്ക വിഭാഗം, അത് മാത്രം, പിന്നോക്കം, ബാക്ക്വേർഡ് ക്ലാസ്. പിന്നെയോ ന്യൂനപക്ഷം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നെയും ദേശീയ ഭിന്നശേഷി കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ. ഇത്രയും പേര് എന്തിലുണ്ടാവുന്നത്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉള്ളത് 7 പേരാണുള്ളത്. കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ ഇത്. നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ? പിന്നോക്കം, ന്യൂനപക്ഷം, പിന്നെ ബാലാവകാശമുണ്ട്, അതോടൊപ്പം തന്നെ വനിതയുണ്ട്. അപ്പോൾ ബാലനും വനിതയുമുണ്ട്. പിന്നെ പട്ടികജാതി, പട്ടികവർഗം, ഭിന്നശേഷി. ഓക്കെ, ഇതിൽ ഈ 2019 ആയപ്പം അല്ലെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻസിലുണ്ട്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 അമെൻമെൻറ്റിന് മുമ്പ്, അതായത് 1993 പ്രകാരം എത്രയായിരുന്നു ചെയർപേഴ്സൺ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തിയുടെ എന്തായിരിക്കണം യോഗ്യത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 93 പ്രകാരം എന്നൊക്കെയുള്ള നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ആദ്യം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 93 പ്രകാരം 1993 പ്രകാരം 4 പേരായിരുന്നു. ഇതിപ്പോൾ 2019 പ്രകാരമാണ് അത് എത്രയായത്? 7 ആയത്. അപ്പോൾ ആ 7 എന്ന് പറയുന്നതിൽ കൂടി വന്ന 3 എണ്ണം ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഒരെണ്ണം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 2019 വന്നതാണ്. പിന്നെ നമ്മുടെ ബാലാവകാശ കമ്മീഷനും ഭിന്നശേഷി കമ്മീഷനും, ഇത് 3 2019 അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതിയിൽ വന്നതാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി ദേശീയ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര അല്ലേ? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. രംഗനാഥ് മിശ്ര എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇനി രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? എൻ വെങ്കിടാചലയ്യ.
ഇത് രണ്ടാമത്തെ ആൾ കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്രയായിരുന്നു. അത് 93 മുതൽ 96 വരെ കേട്ടോ, 1993 മുതൽ 96 വരെ. രണ്ടാമത്തേത് ജസ്റ്റിസ് MN വെങ്കടച്ചെല്ലയ്യ. അദ്ദേഹം 96 മുതൽ 99 വരെ, 96 മുതൽ 99 വരെ ആയിരുന്നു. ഇനി മൂന്നാമത്തെ ചെയർമാനും ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. മൂന്നാമത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് ശ്രീ JS വർമ്മ. ജസ്റ്റിസ് ശ്രീ JS വർമ്മ, ഇദ്ദേഹമായിരുന്നു മൂന്നാമത്തെ ചെയർമാൻ. മൂന്നാമത്തെ ചെയർമാൻ 99 മുതൽ 2003 വരെ ആയിരുന്നു. 99 മുതൽ 2003 വരെ. ഓക്കെ, മിനിമം ഈ 3 എണ്ണം പഠിക്കുക. അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു 12 പേരാണ് ടോട്ടൽ ഉള്ളത്. 12 പേരുടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൽ ചെയർമാൻ ആവാത്തവരാരാണ്, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രംഗനാഥ മിശ്ര, പിന്നെ വെങ്കടച്ചെല്ലയ്യ, ശ്രീ JS വർമ്മ. കാണാപ്പാടം പഠിക്കേണ്ട, നമുക്ക് ആ ഒരു പേര് കാണുമ്പോൾ ഓർത്ത് വയ്ക്കണം, ഇന്നതാണ് എന്നുള്ളത് നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി ഇതാരാണ് ചെയർമാനായ മലയാളി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ് അല്ലേ? KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ മലയാളി എന്ന് പറയുന്നത്. KG ബാലകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ 2010 മുതൽ 15 വരെയാണ്, ഇത് ഓർത്ത് വയ്ക്കണേ. 10 മുതൽ 15 വരെയാണ്, 10 മുതൽ 15 വരെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കും. അപ്പോൾ 1, 2, 3 മലയാളീനെയും പഠിച്ചു നമ്മൾ. ഇനി നിലവിൽ ആരാണ് ചെയർമാൻ? നിലവിൽ ആക്ടിംഗ് ആണുള്ളത്, അത് വിജയ് ഭാരതിയാണ് കേട്ടോ. ആക്ടിംഗ് ആയിട്ടുള്ളത് ആരാണ്? വിജയ് ഭാരതിയാണ് ആക്ടിംഗ് ആണേ, ആക്ടിംഗ് ചെയർമാൻ. ഇതിനു മുമ്പ് 12ാമത്തെ ആളായിരുന്നു. ആരായിരുന്നു? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയായിരുന്നു. അരുൺ കുമാർ മിശ്ര, അതും ഓർത്തു വെച്ചുകൊള്ളുക. 12ാമത്തെ ആയിരുന്നേ അരുൺ കുമാർ മിശ്ര. ഇപ്പം ആക്ടിംഗ് ആണേ. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി അല്ലേ? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് അംഗമായ മലയാളി വനിത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ഓക്കെ, അപ്പം ചെയർമാനായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. രംഗനാഥ മിശ്ര, MN വെങ്കടച്ചെല്ലയ്യ, ശ്രീ JS വർമ്മ, പിന്നെ KG ബാലകൃഷ്ണൻ മലയാളി, ഇപ്പോഴത്തെ ആക്ടിംഗ് ആണ്. അത് ഓരോ എക്സാമിന് തൊട്ട് മുമ്പ് ഇതുപോലത്തെ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ ആൾക്കാർ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ആളുകൾ ചെയർമാൻ ആരാന്നൊക്കെ നോക്കി പോകണം കേട്ടോ. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതിൽ അംഗമായ മലയാളി വനിത ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ആരായിരിക്കും? ദേശീയം ആരാണ്? പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്, പ്രസിഡൻ്റാണ്. ഇനി ഇവരെ ശുപാർശ ചെയ്യുന്ന, അതായത് ഇന്നയാളായിരിക്കണം ചെയർപേഴ്സൺ എന്ന് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം ആരാണ്? പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രി, PM എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രിയാണ് ഇവിടെ അധ്യക്ഷൻ. അപ്പോൾ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ചെയർമാൻ, അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ കമ്മിറ്റിയിലെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്.
പിന്നെ അവിടെ ആരൊക്കെയുണ്ട്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. ഇപ്പോൾ ഒരു PM ഉണ്ട്, ഒരു HM ഉണ്ട്, കിട്ടുമല്ലോ. പിന്നെ ആരുണ്ട്? ലോക്സഭാ സ്പീക്കറുണ്ട് അല്ലേ? ലോക്സഭാ സ്പീക്കർ. പിന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭാ സ്പീക്കറുണ്ട്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ രാജ്യസഭയിൽ നിന്ന് ആരൊക്കെയുണ്ട്? രാജ്യസഭ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ, ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി അധ്യക്ഷനാന്ന് പറഞ്ഞു, പിന്നെ ആഭ്യന്തരമന്ത്രിയുണ്ട്. രണ്ടും കിട്ടുമല്ലോ, PM ഉം HM ഉം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പിന്നെ ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. ചെയർമാൻ അല്ല, ഡെപ്യൂട്ടി ചെയർമാനാണുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഈ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരെല്ലാം, അല്ലെങ്കിൽ അംഗങ്ങളല്ലാത്തതാര് എന്ന രീതിയിൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. ഇനി നോക്കാം. അപ്പോൾ നമ്മൾ നിയമിക്കുന്നത് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു അല്ലേ, രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ചെയർപേഴ്സണും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? രാഷ്ട്രപതിക്കാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ദേശീയമായി റിലേറ്റ് ചെയ്ത് രാഷ്ട്രപതിയെ ഓർക്കുക എല്ലാത്തിലും. ഇനി ഈ നീക്കം ചെയ്യുന്നത്, അതായത് നമ്മുടെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്നതിനൊരു പ്രക്രിയയൊക്കെ ഉണ്ട് ഇതിൽ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഞാൻ പറഞ്ഞു പോകാം. അതായത് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാരണങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ചെയർമാനെയും അംഗങ്ങളെയും നമ്മൾ നീക്കം ചെയ്യുന്നത്. ഏതിൽ നിന്ന്? മനുഷ്യാവകാശത്തിൽ നിന്ന്. ആ നിയമത്തിൽ ഒരു സെക്ഷനിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പം അത് പ്രകാരം ഈ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്ന പ്രക്രിയയുണ്ട്. അതെന്താണെന്ന് പഠിച്ചു പോകേണ്ട. ഇപ്പോൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കണം, പക്ഷേ ഇതിന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രദ്ധിച്ചിരിക്കുക. അതായത് രാഷ്ട്രപതി ആദ്യം എന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് അത് റെഫർ ചെയ്യും. എന്നിട്ട് സുപ്രീം കോടതി അതിന് അന്വേഷണ വിചാരണ നടത്തും. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി എന്നിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ ആ റിപ്പോർട്ടിൽ എന്താണോ, റിപ്പോർട്ടിൽ ഇപ്പോൾ നീക്കം ചെയ്യണമെന്നാണെങ്കിൽ രാഷ്ട്രപതിയുടെ ഉത്തരവ് വഴി എന്ത് ചെയ്യും? നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സെക്ഷൻ 5 ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. രാജിയും നീക്കം ചെയ്യലൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത് സെക്ഷൻ 5. അപ്പോൾ സെക്ഷൻ 5 തന്നെ പറയുന്നുണ്ട് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. പിന്നെ സെക്ഷൻ 5(2) പ്രകാരം ഇപ്പോൾ പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ കഴിവില്ലായ്മയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ നീക്കം ചെയ്യാം. അതല്ലെങ്കിൽ സെക്ഷൻ 5(3) പ്രകാരം, 5 സബ് ക്ലോസ് 3 പ്രകാരം ഇപ്പോൾ നിർധനൻ എന്ന് വിധിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ കാലാവധിക്കുള്ളിൽ തൻ്റെ ഉദ്യോഗത്തിലെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേറെ വേതനം ലഭിക്കുന്ന തൊഴിലിൽ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായോ ദൗർബല്യമുള്ളതാണെങ്കിലൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം. ഇനി ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണേ. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2019 ഭേദഗതി പ്രകാരമാണ്. അതിനു മുമ്പുള്ളത് ഓർത്തു വയ്ക്കണം, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്നായിരുന്നു. അതൊന്ന് ഓർത്തു വയ്ക്കണം, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2019 ഭേദഗതി പ്രകാരമാണത് 3 വർഷം 70 വയസ്സായത്. ഇനി അടുത്തതും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റിപ്പോർട്ടിനെ പറ്റിയിട്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? ഇതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്
കേന്ദ്ര സർക്കാരിനാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ് കേട്ടോ. വാർഷിക റിപ്പോർട്ട്. അപ്പോൾ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട് ഇതിൽ. എന്താണ് അത്? ഏതിലോ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. സംസ്ഥാനത്തിലാണോ അതോ ദേശീയ ഇതിലാണോ ചോദിച്ചേക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും കണ്ടു നോക്കുക കേട്ടോ. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ആസ്ഥാനം തിരുവനന്തപുരം. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 98 ഡിസംബർ 11. ദേശീയമായിരുന്നത് എന്നായിരുന്നു? അത് 93 ഒക്ടോബർ 12 ആയിരുന്നു. ഇത് ഡിസംബർ 11. ആസ്ഥാനം തിരുവനന്തപുരം. ഇനി ആദ്യ ചെയർമാൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് എം പരീത് പിള്ള. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ജസ്റ്റിസ് എം പരീത് പിള്ള. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തരാൻ തോന്നുകയാണെങ്കിൽ PSC ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്, അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്? അപ്പം ഇത് എം പരീത് പിള്ളയാണ്. ഇനി നിലവിൽ ആരാണ് ചെയർമാൻ? നിലവിലെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് അല്ലേ. അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് ആണ്. ഇനി ഏത് അധ്യായത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പഠിക്കുന്നത്? നമ്മൾ നേരത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഏത് അധ്യായത്തിലാണ്? 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിൽ സെക്ഷൻ 21 മുതൽ 29 വരെ അല്ലേ. 5-ാമത്തെ അധ്യായത്തിൽ സെക്ഷൻ 21 മുതൽ 29 വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം സെക്ഷൻസ് അല്ലെങ്കിൽ അധ്യായങ്ങൾ ഓർക്കുമ്പോൾ 2-ാമത്തേലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അത് 3 മുതൽ 11 വരെ. 5-ാമത്തേൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അത് 21 മുതൽ 29 വരെ. പിന്നെ 6-ാമത്തെയും കൂടി ഓർത്തു വയ്ക്കുക. അവിടെ മനുഷ്യാവകാശ കോടതികളെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് സെക്ഷൻ വരുന്നത് 30ഉം 31ഉമാണ്. ഇനി ഇവിടെ എത്ര അംഗങ്ങളാണുള്ളത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് 3, അതായത് ഒരു ചെയർമാനും 2 അംഗങ്ങളും. മറ്റേത് 6 ആയിരുന്നു, 1+5 ആയിരുന്നു. ഇത് 1+2 3 ആണ്. നേരെ പകുതി. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഈ ചെയർപേഴ്സൻ്റെ യോഗ്യത എന്താണ്? ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. ഹൈക്കോടതി എന്നുണ്ട് കേട്ടോ ഇവിടെ. ഹൈക്കോടതി. മറ്റത് സുപ്രീം കോടതി ആയിരുന്നില്ലേ ദേശീയത്തിൽ. സംസ്ഥാനത്തിൽ വരുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ഇനി ബാക്കി എത്ര അംഗങ്ങളുണ്ട്? 2 അംഗങ്ങളുണ്ട്. മറ്റേ 2 അംഗങ്ങളുടെ എന്തൊക്കെയാണ് യോഗ്യത? ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ ആയിരിക്കുന്നതോ, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ആയിരുന്നതോ, അതായത് നിലവിൽ അല്ലെങ്കിൽ റിട്ടയേർഡ്, ഏതും ആവാം. മറ്റതിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് അംഗങ്ങളെ പഠിച്ചത് അല്ലേ. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് എത്ര വർഷം? 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായി പഠിച്ചിരിക്കണം. ഈ 7 എന്നുള്ളതൊക്കെ മാറ്റി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാൾ. ഇനി മറ്റൊരംഗം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം. അറിവോ അല്ലെങ്കിൽ പ്രായോഗിക പരിചയമോ ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പം കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ ദേശീയവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ദേശീയത്തിൽ 1+5 ആയിരുന്നു, അങ്ങനെ ടോട്ടൽ 6. ഇതിൽ വരുമ്പോൾ അത് 1+2 ആവുന്നു, ടോട്ടൽ 3. ഇവിടെ
സുപ്രീം കോടതി, ചെയർപേഴ്സണിൽ സുപ്രീം കോടതിയാണെങ്കിൽ ഇവിടെ ഹൈക്കോടതിയാണ്. പിന്നെ അംഗങ്ങളുടെ കാര്യങ്ങൾ, ഇവിടെ 2 അംഗങ്ങൾ വരുന്നുണ്ടല്ലേ. എന്തായി റിലേറ്റ് ചെയ്തത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള, ജഡ്ജിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ വരുന്നുണ്ട്. അത് നിലവിൽ അല്ലെങ്കിൽ റിട്ടയേർഡ് എന്ന് പറയുന്നു. ഇവിടെ ഈ 1+2-ൽ ഒരംഗം എങ്ങനെയായിരിക്കണം? ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ 7 വർഷം ജില്ലാ ജഡ്ജിയോ ആയിരിക്കണം. പിന്നെയുള്ള ബാക്കിയുള്ളവർ പരിചയം, അതായത് മനുഷ്യാവകാശ ഇതായിട്ട് അറിവോ അല്ലെങ്കിൽ പ്രായോഗിക പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ഇനി നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നിരുന്നത്. സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എന്ന് ചോദിച്ചാൽ സെക്രട്ടറിയാണ്. ഇതായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സംസ്ഥാന കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന കമ്മീഷൻ്റെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ആരുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. ഒരു സെക്രട്ടറി എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി റാങ്കിങ്ങിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്തായിരിക്കണം? കമ്മീഷൻ്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവും. ഇനി ഇവിടെ ആരായിരിക്കും ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ആരായിരിക്കും? സംസ്ഥാനത്ത് ഗവർണറാണ് അല്ലേ? ഗവർണർ. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. ഈ ഗവർണറാണ് നിയമിക്കുന്നതെങ്കിലും ഇവിടെയും കമ്മിറ്റിയുണ്ട്. നമ്മൾ നേരത്തെ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ കമ്മിറ്റിയിലുള്ളത് പഠിച്ചില്ലേ? ദേശീയത്തിൽ പഠിച്ച പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി, CM. മറ്റേടത്ത് നമ്മൾ PM-ഉം HM-ഉം ഹോം മിനിസ്റ്ററിൻ്റെ കാര്യം പഠിച്ചു. ഇവിടെ ആദ്യം ഈ മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ. ഈ ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. പിന്നെ ആരൊക്കെയുണ്ടെന്ന് നോക്കിയേ. സംസ്ഥാന ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. എവിടത്തെ? സംസ്ഥാന ആഭ്യന്തരമന്ത്രി. ഓക്കെ, മറ്റേത് കേന്ദ്രത്തിലെയായിരുന്നു, അത് സ്റ്റേറ്റ്. സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുണ്ട്. പിന്നെ നിയമസഭാ സ്പീക്കറുണ്ട്. നിയമസഭാ സ്പീക്കർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ. മറ്റേടത്ത് നമ്മൾ ആരെ കണ്ട്? ലോക്സഭയുടെ സ്പീക്കറെ കണ്ടു. ഇവിടെ അത് നിയമസഭാ സ്പീക്കറുണ്ട്. പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ ഈ 4 എണ്ണം: മുഖ്യമന്ത്രി, സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇതാണ് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഇവിടെ ശ്രദ്ധിക്കണം, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? അത് ഗവർണർക്കാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. ഗവർണറല്ലേ ഇവരെ നിയമിച്ചത്. എന്നാൽ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ് കേട്ടോ. അപ്പം നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എല്ലാ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതി, രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിക്ക്. എന്നാൽ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണെങ്കിൽ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ? പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ, പിന്നെ നിർധനനാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെയും നീക്കം ചെയ്യുന്നത്. ഇവിടെ നീക്കം ചെയ്യുന്ന പ്രക്രിയയിൽ ഈ സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു, സുപ്രീം കോടതി അന്വേഷിക്കുന്നു, എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് രാഷ്ട്രപതിയുടെ ഉത്തരവ് വഴി നീക്കം ചെയ്യുന്നത്. ഓക്കെ, ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. ഇത് പിന്നെ ഒരു കാര്യം പഠിക്കാനുള്ളത്, ചോദിക്കാറുള്ളത്, നമ്മളോട് ചോദിക്കും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരുമ്പോൾ ചോദിക്കും പുനർനിയമനം.
പുനർനിയമനത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അർഹതയുണ്ട്. അത് രണ്ടുപേരും അർഹതയുണ്ട്. അതായത് ദേശീയത്തിലും സംസ്ഥാനത്തിലും പുനർനിയമനത്തിന് അർഹനാണ് കേട്ടോ ചെയർമാനും അംഗങ്ങളും. അത് ഓർത്തു വയ്ക്കണേ. പുനർനിയമനത്തിന് അർഹതയുണ്ടെങ്കിൽ 70 വയസ്സ് കവിയാൻ പാടില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഉദ്യോഗം വഹിക്കുന്നത് അവസാനിപ്പിച്ചതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭാരത സർക്കാരിൻ്റെയോ കീഴിൽ വേറെ ജോലി ചെയ്യാനും സാധിക്കില്ല. അതും കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ. ഇനി സംസ്ഥാന കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കായിരിക്കും? കേന്ദ്ര സർക്കാരിനായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അല്ലേ? അപ്പോൾ സംസ്ഥാനമാവുമ്പോൾ ആർക്കായിരിക്കും സമർപ്പിക്കേണ്ടത്? സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന സർക്കാരിന്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കമ്മീഷൻ്റെ ഈ റിപ്പോർട്ടുകൾ, ഈ വാർഷിക റിപ്പോർട്ടുകൾ സംസ്ഥാന നിയമസഭകൾക്ക് മുമ്പാകെ സംസ്ഥാന സർക്കാർ വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. സംസ്ഥാന കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ആക്ട്, ഇപ്പോൾ ബെയർ ആക്ട് കയ്യിലുള്ളവരാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കേണ്ട, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഡിഗ്രിക്കും കൂടി പഠിക്കുന്നവരാണ്, ഡിഗ്രി ലെവൽ എക്സാമിനും കൂടി പഠിക്കുന്നവരാണെങ്കിൽ ബെയർ ആക്ട് ഫുള്ളായിട്ട് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒക്കെ ഉള്ളത് കണ്ടുപിടിച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. ആക്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ ആരൊക്കെയാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചെയർപേഴ്സൺ മാറുന്നത്, ഇപ്പോൾ പിന്നെ മെമ്പേഴ്സും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അത് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നേരെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2024 ക്വസ്റ്റ്യൻസും പിന്നെ 2023 കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് 2021 മുതലുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് കഴിയുമ്പോൾ തൽക്കാലം ഇത് നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളതിന് ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനല്ല, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തൊക്കെ നേരെ തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത് LD പ്രിലിംസിന് ചോദിച്ചതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്. നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ 1993 ഒക്ടോബർ 12 അല്ലേ? ദേശീയം ഒക്ടോബർ 12-നും. ഇനി സംസ്ഥാനമാണെങ്കിൽ 93 എന്നുള്ളത് 98 ആക്കണം, പിന്നെ ഡിസംബർ 11 ആക്കണം. ഓക്കെ, രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? 93 നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്? അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലേ? ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. എന്നാൽ 93 കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ 93 നമ്മൾ നോക്കണം എന്ന് പറഞ്ഞുല്ലോ, അതാണ് ഇത്. ഇനി 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി നിർവചിക്കുന്നത്. നിർവചനം എന്ന് വെച്ചാൽ ഡെഫിനിഷൻ. അപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഡെഫിനിഷൻ ഏത് വകുപ്പിലാണ്, ഏത് സെക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വന്നത് പ്രിസൺ ഓഫീസറിൻ്റെ ഇതിലാട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഏതിലാണെന്ന് ചോദിച്ചാൽ, ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 1 സി ആണ്. സെക്ഷൻ 2(1) സിയിലാണ് ഡെഫിനിഷനെ പറ്റി പറയുന്നത് കേട്ടോ. ഇനി അതല്ലാതെ നിങ്ങളിങ്ങനെ ഓർത്തു വയ്ക്കാം, നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനിഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന
ഡെഫിനേഷൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ച് ടോട്ടലായി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെക്ഷൻ 2 എന്ന് പറയാം. ഇവിടെ കമ്മീഷനെ പറ്റിയിട്ടൊന്ന് എടുത്തു ചോദിച്ചുകൊണ്ട് അത് 2(1)ൽ സി ആണ്. സി, കമ്മീഷൻ സി ആണ്. അത് ഓർത്ത് വയ്ക്കണം, കമ്മീഷൻ സി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ദേശീയ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? നമ്മൾ പറഞ്ഞതാണല്ലേ, കേന്ദ്ര സർക്കാരിന്. വാർഷിക റിപ്പോർട്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? മെമ്പറിന് എത്രയാണ്? 3 വർഷം അല്ലേ? മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. പിന്നെയോ പുനർനിയമനത്തിന് യോഗ്യതയുണ്ടോ? യോഗ്യതയുണ്ട്, അതും ഓർത്തു വയ്ക്കുക. ഇതൊക്കെ ഏതി ചോദിച്ചേക്കുന്നതാണെന്നറിയാവോ? നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ 022/24 ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ളതിൽ ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് കമ്മീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ വരാറുണ്ട്. SI പോലുള്ള എക്സാമുകൾക്ക്, അതായത് യൂണിഫോം പോസ്റ്റിനൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു ആക്ടിംഗ് ആണ്. ആരാണ്? വിജയ് ഭാരതി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ അരുൺകുമാർ മിശ്ര ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ 2 പേരും ഒന്ന് ഓർത്തു വയ്ക്കാം. അരുൺകുമാർ മിശ്രയും വിജയ് ഭാരതി സായാഹ്നി, ഈ 2 പേരും ഓർത്തു വയ്ക്കാം. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഇതും ഒരു ഫീമെയിൽ പ്രിസൺ ഓഫീസറിന് ചോദിച്ചതാണ്. ഇതിൻ്റെ കോഡ് 215/23 ആണേ. ആരായിരുന്നു പ്രഥമ അധ്യക്ഷൻ? സംസ്ഥാനത്തിൽ ജസ്റ്റിസ് M പരീത് പിള്ളയായിരുന്നു. ജസ്റ്റിസ് M പരീത് പിള്ള. ഇതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് കേട്ടോ വേഗം പറഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെ? ഇത് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരുന്നേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പ്രൈം മിനിസ്റ്റർ, പിന്നെ ചീഫ് മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, പിന്നെ കേന്ദ്രത്തിലെ ഹോം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി. എന്നിട്ട് ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ആയിരുന്നത് ഇത് ABCD എന്നാണെങ്കിൽ ACD ABC അങ്ങനെയൊക്കെ ആയിരുന്നു ഓപ്ഷൻ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പിന്നെ പ്രസിഡൻ്റ് ഉണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉണ്ട്. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. 4 പ്രസ്താവനകളുണ്ട്, നമുക്ക് നോക്കാം. ശരിയായിട്ടുള്ള ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് നോക്കാം. ആദ്യം, അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം? ശരിയാണോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് 5 വർഷമല്ല, ഇവിടെ 3 ആണ്, അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണോ? അല്ല, സംസ്ഥാനത്തിലെ കാര്യമാണ് കേട്ടോ. ഇവിടെ സംസ്ഥാനം എന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായതിൽ 1ഉം 2ഉം തെറ്റാണ്. സി നോക്കി, അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. ശരിയാണോ? അത് ശരിയാണല്ലേ. നിയമസഭാ സ്പീക്കർ സംസ്ഥാനമാകുമ്പോൾ നിയമസഭാ സ്പീക്കർ അംഗമാണ്. ഇനി അംഗങ്ങൾക്ക് പുനർനിയമനത്തിന് അർഹതയില്ല. അത് തെറ്റാണ്. പുനർനിയമനത്തിന് അർഹതയുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?
അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ 1998 ഡിസംബർ 11. ഇനി അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറിന് ചോദിച്ചതാണ്. നമുക്ക് നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെ? ആദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. അത് ശരിയാണ്. ഇനിയോ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. അത് ശരിയാണ്. ഈ സമയത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സമയത്ത് ആൻ്റണി ഡൊമിനിക് ആയിരുന്നു കേട്ടോ. ഇനി ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ ടി കെ വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അതും ശരിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്ത് പഠിക്കണം? ആദ്യത്തെ അംഗങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ആക്ടിങ് ആണെങ്കിൽ പഠിക്കണ്ട, അല്ലാതെ നമുക്ക് എന്ത് പഠിക്കണം? അംഗങ്ങളെ പറ്റി പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പം ആദ്യത്തെ സംസ്ഥാനമായിട്ട് റിലേറ്റ് ചെയ്തത് ആദ്യത്തെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ബലരാമനും വിൽസണും. ഡോക്ടർ എസ് ബലരാമനും ശ്രീ ടി കെ വിൽസണും ആയിരുന്നു. അപ്പോൾ എം പരീത് പിള്ളയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? ബലരാമനും വിൽസണും. അടുത്ത ചോദ്യം, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1993 ഒക്ടോബർ 12. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരമാർക്കാണ്? ദേശീയത്തിൽ എല്ലാത്തിനുമുള്ള അധികാരമാർക്കാണ്? രാഷ്ട്രപതിക്കാണ് അല്ലേ? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഒക്കെ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി തെറ്റായത് കേട്ടോ. അടുത്തത് റിലേറ്റ് ചെയ്ത് തെറ്റായത് ഏതാണ്? ഇതിൽ നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായത് ഓപ്ഷൻ ബി ആണ്. ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? കമ്മീഷനുള്ളൂ. ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? കമ്മീഷനുള്ളൂ. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ, ശുപാർശ ചെയ്യുന്നത്. അപ്പം എയും സിയും എന്താണ്? എയും സിയും തെറ്റാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അപ്പോൾ ഈ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളിലോട്ട്, അതായത് +2 ഇതിൽ യൂണിഫോം കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കുക, യൂണിഫോം എക്സാംസിന് വേണ്ടി പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിന് വേണ്ടി പഠിക്കുന്നവരൊക്കെ നോക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം സമയമുള്ളപ്പോൾ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ആ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്